ഇവിടെയൊക്കെ കടകൾ 10 മണിക്ക് ഓപ്പണാണ്. ഇതിപ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ തോന്നണം 10 മണിയായി. നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ നടക്കുവാണ്. നല്ലതെന്നല്ല, എന്നാലും അത്യാവശ്യം തണുപ്പുണ്ട്. ഇവിടെയൊക്കെ നല്ല ജ്വല്ലറിയുടെ ഷോപ്പ്. നല്ല ജ്വല്ലറി. ഇതൊരു ഹോം സ്റ്റേ കേട്ടോ. ഈ ഹോം സ്റ്റേയുടെ ബാക്കിയാന്ന് തോന്നുന്നല്ലേ പുറകെ കാണുന്നത്. നമുക്ക് വീടിക്കുന്നത്. പക്ഷെ ഇത് മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയ ഒരു സെറ്റപ്പ് ഉള്ള ഇതാണ്. നമ്മൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇതല്ലേ ഇവിടെയും കണ്ടായിരുന്നല്ലോ ഫുഡ്. ഇത് റെസ്റ്റോറൻറ്റ്. പെരിയാർ കഫേ. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. ഇവിടെ ഇനി ഇതെല്ലാം തോന്നുന്നല്ലേ തോന്നുന്നു. പിസ്സ സ്പോട്ടൊക്കെയാണ് എല്ലാം ക്ലോസ് ചെയ്ത്. 10 മണിയായില്ലേ? പക്ഷെ എനിക്ക് പിസ്സ വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. അത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു മോനെ. എനിക്ക് കഴിച്ചിട്ടൊന്നും കഴിക്കാൻ മൂടില്ല. ബർഗറൊക്കെ ഉണ്ട്, കയറി നോക്കാം. മൂടൊന്നും ഇല്ല. ഫ്രൈസിന്റെ ആഡ് ചെയ്യാൻ പറ്റും. ഫ്രൈസ് ആഡ് ചെയ്യാൻ പറ്റും. സെപ്പറേറ്റ് ഉണ്ടല്ലോ. ഫ്രഞ്ച് ഫ്രൈസ് അല്ലേ ഇരിക്കുന്നത്. ചിക്കൻ വിങ്സ്, ഫ്രഞ്ച് ഫ്രൈസ്, പൊട്ടറ്റോ വെജസ്, ഗാർലിക് ബ്രെഡ്, ചിക്കൻ നഗറ്റ്സ്, വെജ് നഗറ്റ്സ്, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവും. നഗറ്റ്സ് 8 പീസ് 100 വരുന്നുള്ളൂ അല്ലേ? അത് വെജ് നഗറ്റ്സ് ആണ്. ചിക്കൻ നഗറ്റ്സ് എന്ന് പറയുമ്പോൾ 6 പീസ്. അങ്ങനെയാണെങ്കിൽ ഒരു 6 പീസ് നഗറ്റ്സ് കൊണ്ടുവരണം. ചിക്കൻ നഗറ്റ്സ് ആണ്, വെജ് നഗറ്റ്സ് ആണ്. ചിക്കൻ നഗറ്റ്സ് കഴിച്ചിട്ട് പോകാം. പോകണം. അത് പ്ലെയിനാണ്. വെജ് ചീസാണ്, മോള ചീസ്. അപ്പം നമ്മളിപ്പോൾ എല്ലാം ഓർഡർ ചെയ്തിട്ട് വെയിറ്റിങ്ങിലാണ്. നിങ്ങൾ എന്തൊക്കെയോ ഓർഡർ ചെയ്തു? എന്നാ പോലെ പറ. ഹലോ ഇവിടെ നിങ്ങൾ എന്തൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു? നിങ്ങൾ ഓർഡർ ചെയ്യുന്നു, ഞാൻ കഴിക്കുന്നു അല്ലേ? അതാണ് പുറകിൽ IPL നടക്കുന്നുണ്ട്. അതൊരു അവിഞ്ഞ പരസ്യം. ഇപ്പം IPL ഓടിക്കൊണ്ടിരിക്കണത്. എനിക്കത് കേൾക്കുമ്പോഴത്തേനും ചൊറിഞ്ഞു വരും. എന്നാ പോലെ പാട്ട് പാടോ? ഇപ്പൊ പാടിയതോടെ പാടിയാ മതി പ്ലീസ്. ഷക്കുരു അല്ലേ? ഞാൻ പുറകെ കളി വേണം. അവസ്ഥ 10:10 കഴിഞ്ഞു. നമ്മൾ വെയിറ്റ് ചെയ്യണം.
വരുമായിരിക്കും. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഉറക്കം വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം കളയാണ്ട് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോന്നു. എന്നാ മോനിത്? നഗറ്റ്സ് ഇല്ലേ? നഗറ്റ്സ്. നല്ലാണോ? ഞാൻ പത്രം മേടിച്ചിടാൻ പറഞ്ഞില്ല കേട്ടോ. ചൂടുണ്ട്. പത്രം മേടിച്ചിടാൻ പറഞ്ഞില്ല. പറയാൻ വരില്ല. ഇതിന് പാഴ്സൽ മേടിക്കാൻ പറയല്ലേ? സൂപ്പറല്ലേ? നമുക്ക് ഇവിടെയൊക്കെ കിട്ടും. ഈ സാധനം നമുക്ക് കൂട്ടി ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തതാണ്. മനസ്സിലായില്ല. നഗറ്റ്സ് കിട്ടും. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് എവിടെ കിട്ടും? സൂപ്പർ മാർക്കറ്റിലോ? ബ്രെഡ് ക്രംസ് ഇല്ലേ? ബ്രെഡ് ക്രംസ് ഇല്ലേ? അതിനകത്ത് ജസ്റ്റ് ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ വീട്ടിൽ ചേട്ടൻ ഉണ്ടാക്കാവുള്ളൂ. ഇതെവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും? സൂപ്പർ മാർക്കറ്റില്ലേ? ആ, സൂപ്പറല്ലേ? അത് വിഷയമുണ്ടോ? ഇച്ചിരി ചൂടാ. അയ്യോ, സാധാ വെള്ളം കിട്ടും അങ്ങനെ. ദാഹിച്ചിട്ട് പോയി. മെൻറ്റോട്ടോ അല്ലേ? കുഞ്ഞിനെന്തെങ്കിലും സാധാ ഗ്ലാസ്സിൽ തന്നാലും മതി. എന്നുവെച്ചാൽ നമ്മുടെ റൂമിൽ വെള്ളം ഇരിപ്പുണ്ട്. മെൻറ്റോട്ടേ ഉള്ളൂ. എൻ്റെ ഫിനിഷ്. എൻ്റെ ഫിനിഷ്. എൻ്റെ നിങ്ങളുടെ ഫിനിഷ് അല്ല. വയറ് നിറഞ്ഞു. ഓൾറെഡി ഞങ്ങൾ വൈകുന്നേരം ചായ കുടിച്ചായിരുന്നു. അതിൻ്റെ വയറ് നിറഞ്ഞിരിക്കുകയാണ് ഓൾറെഡി. ചായ കുടിച്ചാൽ മാത്രം എങ്ങനെയാണ് വിഷു? നിങ്ങൾ എനിക്ക് എന്താണ്ടൊക്കെ വാങ്ങിച്ചു തന്നില്ല എൻ്റെ കൂട്ടത്തിൽ. എന്നെ മേടിച്ചെന്ന് ഇങ്ങനെ പറ. നിങ്ങൾ പറയേ. പൊറോട്ട ബീഫ് നിന്നിട്ട് ചായ കുടിച്ചെന്ന് ഇത് കഴിച്ചെന്നല്ലേ? അങ്ങനെ പണ ഇങ്ങനെ പറഞ്ഞ. അതുകൊണ്ട് വയറിൽ സ്ഥലമില്ല, വിശക്കും. പക്ഷേ വിശക്കണില്ല. പറഞ്ഞ ശീലമായി പോയി. വിശക്കണം, വിശക്കണില്ല. ഞാൻ ഭയങ്കര തലവേദന എടുക്കുന്നുണ്ട്. ട്രാവൽ ചെയ്ത് വെയിലടിച്ച് എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങണം. പറ്റിയ വെളുപ്പിന് 5 മണിക്ക് നീങ്ങണം. അതേപോലെ എന്നിട്ട് 5 മണിക്കുള്ളിൽ തലയിടിച്ച് പൊട്ടിക്കും. ഇതൊക്കെ വീഡിയോയിൽ കിട്ടും കേട്ടോ. ഇതേ സാധനം അറിയോ? കരിക്കിൻ്റെ അകത്ത് ജോർജ് പറയല്ലേ, ചുമ്മൽ മുട്ട എന്തെങ്കിലും തല അടിച്ചു. നാളെ ഞങ്ങൾ 5 മണിക്ക് എണീക്കും എന്നാണ് വിചാരിക്കുന്നത്. 2 പേർക്ക് ഒട്ടും ഉറക്കത്തിൻ്റെ അസുഖം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഉറപ്പായിട്ട് 5 മണിക്ക് എണീക്കും. 5, 3, 8 അറിയില്ല. പിന്നെ 10 മണിക്ക് നമുക്ക് തിരിച്ച് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്. 10 മണിക്ക് മുന്നേ എല്ലാം തീർത്ത് ഇവിടെ നിന്ന് ഇറങ്ങണം. പറയാം, ഒരെണ്ണം മിച്ചം വന്നു. ഞങ്ങൾ പോയി കിടന്നുറങ്ങാൻ പോകും അല്ലേ? ഗുഡ് മോർണിംഗ്.
ഇപ്പം നമ്മൾ ഇന്നലെയൊക്കെ കടന്നുറങ്ങി രാവിലെ ആയി. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. നമ്മളൊരു 5 മണിക്കൊക്കെ എണീറ്റതാണ്. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബോട്ടിംഗ് ആണ് നമ്മളിന്ന് പ്ലാൻ ചെയ്യുന്നത്. എത്രമാത്രം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. കാരണം ബോട്ടിങ്ങിന് ഭയങ്കര ആളാണ്. നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഇപ്പോൾ ജൂൺ 1 വരെ ഫുൾ ബുക്കിംഗ്. അത് കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇനി അവിടെ പോയി ക്യൂ നിൽക്കണം. എന്തായാലും ഇപ്പോൾ ആൾക്കാരൊക്കെ പോയി ക്യൂ നിൽക്കുന്നുണ്ടാവും. മേ ബി ലക്കുണ്ടെങ്കിൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ ബോട്ടിങ് കാണിച്ചു തരാം, അല്ലെങ്കിൽ ബോട്ടിങ് കാണിച്ചു തരാൻ പറ്റത്തില്ല. അവിടെ പോയി ക്യൂ നിൽക്കണം. ഒരു ബസ് കാണുന്നുണ്ട്. ബസ് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ബോട്ട് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. ഭയങ്കര തിരക്കാണ്. കിട്ടാൻ ചാൻസസ് വളരെ കുറവാണ് ടിക്കറ്റ്. എത്ര ബസ് ഉണ്ടാവും? 8 ബസ്സോ? കാര്യമില്ല, ബസ് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ അവിടെ നിന്ന് കിട്ടുമെന്ന് അറിയത്തില്ല. കിട്ടുന്നുണ്ട്. പക്ഷേ ഇനി അവിടെ ചെന്ന് ബോട്ടിങ്ങിന് വേറെ ടിക്കറ്റ്. ഇവിടെ ടിക്കറ്റിന് അഡൽറ്റിന് 45 രൂപ. 20 രൂപ. ഈ ബസ്സൊക്കെ വന്നിട്ട് പിന്നെ തിരിച്ചു പോവോ? ഓരോ ബസ് വന്നോണ്ടിരിക്കുക. പക്ഷെ നമുക്ക് ഇത് കിട്ടും. ബസ് വന്ന് പോയി വന്നതായിരിക്കും. പക്ഷെ ടിക്കറ്റാണ് ഞാൻ ഇഷ്ടം. കിട്ടുമെന്ന് പറഞ്ഞു. കിട്ടാൻ ചാൻസ്. ഏതായാലും കാർഡ് വഴി നമുക്ക് യാത്ര നടത്തിയിട്ടുണ്ട്. അപ്പോൾ അഡൽറ്റിന് 45 + 20 രൂപ ബസ്സിൻ്റെ ഒരു കുട്ടി 65 രൂപയായിരുന്നു. പിന്നെ അവിടെ ചെന്നിട്ട് 255 ബസ്സുകളടുത്ത് വരുന്നുണ്ട്, പോകുന്നുണ്ട്. പോയിട്ട് ഇപ്പോൾ വന്നത് ആദ്യം കിട്ടുമെന്ന് അറിയത്തില്ല. നോക്കണ്ടായിരുന്നു. കയറിയിട്ടുണ്ട്. എൻട്രൻസ് ഞാൻ ഇന്നലെ ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇത് അമ്പലമാണ്. പക്ഷേ എനിക്ക് വ്യൂ കിട്ടില്ല. ആ ഫ്രണ്ടിൽ ഇരുന്ന കറക്റ്റ് വ്യൂ ആയിരുന്നേനെ. നല്ല ലൈനാട്ടോ. നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ കിട്ടും. താഴത്തേക്ക് നല്ല ക്യൂ ഉണ്ട്. ഓരോന്ന് നോക്കി നോക്കി വരാം. ഇവിടെ ഒരു വഞ്ചിയുടെ ഒരു ബോട്ടിൻ്റെ ഒക്കെ ഒരു ടൈപ്പിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ കറണ്ടൊന്നും വർക്കിംഗ് അല്ല. എൻ്റെ ബോട്ടിൻ്റെ ഒക്കെ രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് എനിക്ക് കയറാൻ പറ്റത്തില്ല കേട്ടോ. നേരത്തെ ഇവിടെ എന്തൊക്കെയോ ആയിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. പിന്നെ അവിടെ ഒരു ഓല മേഞ്ഞ വീടുണ്ട്. ഞാൻ കാണിച്ചത് സ്നാക്ക് ബാർ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ ഒന്നും ഇല്ല കറണ്ട്. പക്ഷെ ഇവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട്.
അതാണ് നമ്മുടെ ക്യൂ ചെന്ന് കയറുന്ന വഴിയാണത്. പക്ഷെ നല്ല രസമുണ്ട് ഇവിടെ. ഇവിടെ താമസിക്കണമെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് നമുക്ക് ബോട്ടിങ്. ഏഴര നമുക്ക് എന്തായാലും കിട്ടത്തില്ല ബോട്ട്. ഇനി 9 മണിക്കേ ഉള്ളൂ. അപ്പം അതുവരെ ഇങ്ങനെ ദീദീനെ ഞാൻ ക്യൂവിൽ നിർത്തിയിട്ട് ഞാൻ ഇങ്ങനെ പോന്നു. പക്ഷെ ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മളൊരു പാർക്ക് സെറ്റപ്പ് ആ ഒരു രീതിയിലൊക്കെ വരുന്നത്. അയ്യോ ഇതിൻ്റെ ക്യൂ ആണോ ബോട്ടിങ്ങിൻ്റെ? ബോട്ട് പോയിട്ടുള്ളൂ. അടുത്ത ആൾക്കാർ വെയിറ്റിംഗ് ആണോ തോന്നുന്നു. ഇഷ്ടംപോലെ ബോട്ട് കിടക്കുന്നുണ്ടല്ലോ. ഞാനിപ്പം വെള്ളം കുറവാന്ന് തോന്നുന്നു. വെള്ളം വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് നിറയുമായിരിക്കണം. നിറച്ച് ക്യൂ ഉണ്ട് കേട്ടോ. നിറച്ച് ആൾക്കാരിപ്പുണ്ട്. 3, 4, 5, 6, 7 11 போட் இருக்கு. 7 போட் தான் பெருசு பெருசா இருந்தாலும் கூட்டிட்டு போகணும். ഇനി ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി 9 മണിക്ക് 9:30 ഞാൻ അടുത്ത പോട്ട്. അതുവരെ ഇന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് എന്തായാലും ഇറങ്ങി പുറപ്പെട്ടപ്പോൾ നമ്മൾ ഇത്ര വരെ വന്നിട്ട് കാണാണ്ട് പോകുന്നത് എങ്ങനെയാണ്. അപ്പോൾ റേറ്റിൻ്റെ കാര്യം മറക്കണ്ട. റേറ്റ് വരുന്നത് നമ്മൾ 2 സ്ഥലത്ത് ടിക്കറ്റ് എടുക്കണം. ഫസ്റ്റ് നമ്മൾ എൻട്രൻസിൽ അവിടെ രാവിലെ തന്നെ ക്യൂ നിൽക്കാം. നേരത്തെ പോകുന്ന അത്ര നല്ല. നമ്മൾ ഇപ്പോൾ 5 മണിക്ക് എണീറ്റെങ്കിലും 5:45 അവിടെ എത്തിയപ്പോഴത്തേനും അതിൻ്റെ ഇത് പോയി. അതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആയിട്ട്. നമുക്കതുകൊണ്ട് കുറച്ച് നിൽക്കേണ്ടി വന്നു. ലാസ്റ്റത്തേന് മുന്നത്തെ എങ്ങാണ്ട് നമ്മൾ പോകേണ്ട അവിടെ കിടന്നു വെച്ചിരുന്നത്. ഇനിയിപ്പോൾ എനിക്കൊന്ന് ഈ ബസ്സുകളൊക്കെ തിരിച്ചു പോയിട്ട് അവിടെ നിന്ന് വീണ്ടും ആൾക്കാർ പിക്ക് ചെയ്തിട്ട് വരുമായിരിക്കണം. അപ്പോൾ നമ്മൾ കയറുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ റേറ്റ് ഞാൻ കറക്റ്റ് നോക്കിയില്ല കേട്ടോ. നമുക്ക് അഡൾട്ട്സിന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രൻസ് ഫീ 65 രൂപ വരും. എൻട്രൻസ് 45 ബസ്സിൻ്റെ കൂടി കൂട്ടിയിട്ട് ആ കൗണ്ടറിൽ നമ്മൾ 45 രൂപ വെച്ചിട്ട് അടയ്ക്കണം. ഫോറിനേഴ്സിനും ഇന്ത്യൻ സിറ്റിസൺസിനും 2 റേറ്റാണ് പറയുന്നത്. പിന്നെ നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് ഇനി ബോട്ടിങ്ങിന് ഇവിടെ ക്യൂ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. അതിന് അഡൾട്ടിന് ഇന്ത്യൻസിന് 255 രൂപയും ഫോറിനേഴ്സിന് 500 രൂപയും വെച്ചിട്ടാണ്. അപ്പം ഞാൻ പോയി വെയിറ്റ് ചെയ്യട്ടെ. ഇനി അവിടെ ഉള്ളതൊക്കെ ഞാൻ നോക്കട്ടെ. കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിച്ചു. അതൊക്കെ വിചാരിക്കും പ്രാന്താണ്. ഇതൊക്കെ ഫുൾ കാണാൻ. അവിടെ കോട്ടേജസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടോ.
इंडियन न्यूज़ नेट पर ഇതിനെ പോണെടുക്കപ്പാ സ്റ്റേറ്റ്സ് ബോർഡ് ഓഫ് ഇന്ത്യ ക്രിക്കറ്റിനെ വീഡിയോ കേരള നമ്മൾ കഷ്ടപ്പെട്ട് ഭാഗ്യം ലക്കെന്ന് പറയാം ലാസ്റ്റ് ഉണ്ടായിരുന്ന 2 ടിക്കറ്റാണ് 9:30-ക്കുള്ളത്. അത് നമുക്ക് കിട്ടി. നമ്മൾ അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. അവിടെ നിന്ന് നേരെ വരുമ്പോൾ ഇതാണ് കാണുന്നത്. ഭയങ്കര ലക്കാട്ടോ. നമ്മൾ ടിക്കറ്റ് ഇല്ലയെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര ക്യൂ ആണ്. ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സ്ഥലം. ഭയങ്കര ക്യൂ ആണ്, ഭയങ്കര ക്യൂ ആണ്. പകുതി ആൾക്കാരൊക്കെ ടിക്കറ്റ് എടുക്കാണ്ട് പോയി. ഇനിയിപ്പം ഒരു ബോട്ട് കംപ്ലൈൻ്റ് ആണ്, അത് മെയിൻ വിഷയം. കൂടാണ്ട് തന്നെ 7:30 നമ്മൾ 5 മണിക്ക് എണീറ്റതാണ്. 5:45 കഴിഞ്ഞപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ കയറി. അവിടെ നിന്ന് നമുക്ക് 7 മണി കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ കയറി. ഇവിടെ നമ്മൾ ഇത്രയും നേരം സമയം ഇപ്പം 8:45 വരെ നിന്നപ്പോഴാണ്. അത് നമ്മുടെ ഫ്രണ്ടിലെ ആൾക്കാരുണ്ട്, 10 പേര് 12 പേരൊക്കെ വെച്ചിട്ടാണ് ഒരാളിനെ ടിക്കറ്റ് എടുക്കുന്നത്. ബട്ട് ലക്കിലി അവസാനം ഒരു 2 ടിക്കറ്റ് ബാക്കി വന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നിന്നവരൊക്കെ 4 പേരും 10 പേരൊക്കെ ഉണ്ടായിരുന്നതാണ്. നമ്മൾ മാത്രമേ 2 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടി. അല്ലെങ്കിൽ നമ്മൾ ഇനിയും 11:30 വരെ നിൽക്കേണ്ടി വന്നേനെ. 8 മണി ആയിട്ടുള്ളൂ. അതും 11:30-ക്കുള്ള ടിക്കറ്റ് 10 മണിക്ക് കൊടുക്കാൻ തുടങ്ങത്തുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ ക്യൂവിൽ നിൽക്കണം. ക്യൂവിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പുറകെ വന്നവരെ ക്യൂവിൽ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ നേരത്തെ ടിക്കറ്റൊക്കെ എടുക്കുക. പിന്നെ ഓൺലൈൻ ബുക്ക് ചെയ്യണമായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. അതാകുമ്പോഴത്തേനും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് കയറിപ്പോരാം. 140 സീറ്റാന്ന് തോന്നുന്നു ഓൺലൈനിലുള്ളത്. ടോട്ടലി 500 തോന്നുന്നു. പിന്നെ ഇപ്പോൾ ഒരു ബോട്ടും കേട്ടാണ്. അല്ലായിരുന്നെങ്കിൽ എല്ലാവർക്കും കിട്ടിയാണ്. ஜலஜோதி எது இருந்தால் அதுதான் போகணும். நம்மளால போக முடியாது. ஜலஜோதி ഇവിടുത്തെ ഓരോന്നിനെ കുറിച്ച് നമ്മളവർ ഡീറ്റെയിൽ ചെയ്തേക്കാണ്. ജംഗിൾ ഇൻ ബോർഡർ ഹൈക്കിംഗ്, ജംഗിൾ ക്യാമ്പ്, അങ്ങനെ ഓരോന്നും. പിന്നെ ഇവിടെ ഒരു നല്ല ഭംഗിയായിട്ട് ഫോട്ടോസൊക്കെ ഉണ്ട്. എന്താണെന്ന് തോന്നുന്നു. ഫുൾ വ്യൂ കാണിച്ചതാണ്. നല്ല രസമുണ്ട്. പിന്നെ ഇത് അവിടുത്തെ ഗാലറി പോലത്തെ ഒരു തോന്നുന്നു. കയറാൻ എൻട്രി ഫീസ് ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇനി ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും അടുത്ത ബോട്ട് വരാൻ വേണ്ടിയിട്ട്. നമുക്ക് കഷ്ടമല്ല, നമുക്ക് ഭയങ്കര ഭാഗ്യമാണ് സത്യമായിട്ട്. അതുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ഓൾറെഡി ഉള്ളവരൊക്കെ തന്നെ പിന്തലക്കുന്നൊക്കെ കയറും. അവരുടെ കൂടെ തന്നെ 10-20 പേരൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ കറക്റ്റ് 2 സീറ്റ് ബാക്കിയുണ്ട്. ഇനിയിപ്പോൾ ബൈ ചാൻസ് ഓൺലൈനിലുള്ളവരിൽ ടിക്കറ്റ്സ് ക്യാൻസൽ ആവുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് കിട്ടത്തുള്ളൂ.
140 എനിക്ക് 500 സീറ്റാണ് തോന്നുന്നത്. 500 140 ഓൺലൈനും ബാക്കി അല്ലാണ്ടാണ്. പക്ഷെ അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ക്യൂബിൽ നിൽക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്. കുറേ പേർക്ക് ലൈനിൽ നിന്ന് മടുത്തിട്ട് അവർ അല്ലാണ്ട് കാഴ്ച വേണ്ടി തിരിച്ചു പോകാനായിട്ട് നോക്കുന്നു. നമ്മൾ പിന്നെ ഒന്നും ജസ്റ്റ് നിന്ന് നോക്കാം. എന്നാലും ബിരിയാണി കൊടുത്താലോ എന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മൾ നിന്നത്. ഭാഗ്യത്തിന് നമുക്ക് ബിരിയാണി കിട്ടി. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു. എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇവിടെ 3 ബോട്ടുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോന്നിനും സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ബോട്ടിലാണ് കയറാൻ പോകുന്നത്. നമ്മൾ ആദ്യം വന്നത് ടിക്കറ്റ് ലാസ്റ്റ് കിട്ടിയെങ്കിൽ. എവിടെയാ? എത്രയാ ഈ 2 സീറ്റ്? ഏത് കണ്ടോ? ഇത് നമുക്ക് പുറത്തുനിന്ന് ഇതൊക്കെ പോരെ? പറ്റില്ല. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റത്തുള്ളപ്പോൾ പുറകിൽ നിൽക്കുകയാണ്. അത് മാത്രമുള്ള ബോട്ടിൽ ഇപ്പോൾ വേറെ ഒന്നും കയറിയിട്ടില്ല. പൊക്കത്തേക്ക് പേടിയാണ്. അയ്യോ, പൊക്കത്ത് വേണ്ട വേണ്ട വേണ്ട. അങ്ങനെ പൊക്കത്ത് ആൾക്കാരെ കടന്നു വരുമോ? വളരെ പ്രത്യേകം.
ಹಾಗೆಲ್ಲ ಕಂಟಿನ್ಯೂಸ್ ಅಪ್ರೋಚ್ ആണോ? പോയി കഴിയുമ്പോഴത്തേനും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. നമുക്കിങ്ങനെ ഞങ്ങൾ ആനേനെ കണ്ടു, മാനിനെ കണ്ടു, പിന്നെ കാട്ടുപോത്തിനെ കണ്ടു, പന്നീനെ
കണ്ടു, അങ്ങനെ കുറേ വന്യജീവികളൊക്കെ കണ്ട് നമുക്കിങ്ങനെ പോകാം. അത് നല്ല ഭംഗി, നല്ല എന്താ പറയുക, നല്ല അത് നമുക്ക് എപ്പോഴും അങ്ങനെ കാണാൻ പറ്റാത്ത കാഴ്ച. അത് ബോട്ടിലിരുന്ന് ഇങ്ങനെ പോകാകുമ്പോഴത്തേനും നല്ലതായിരുന്നു. നിങ്ങൾ പറ്റിയ പരമാവധി ട്രൈ ചെയ്യുക. അത് രാവിലെ തന്നെ പോകാൻ നോക്കുക. എത്രയും നേരത്തെ എണീറ്റ് പോകാൻ നോക്കിയാൽ അത്രയും നല്ലത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴത്തേനും ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് പോവാം. അതാകുമ്പോഴത്തേനും നമുക്ക് ക്യൂ നിന്ന് കഷ്ടപ്പെടണ്ട. പിന്നെ പോവാൻ പരമാവധി രാവിലത്തെ 7:30 ബോട്ടിൽ കയറാൻ നോക്കുക. അതല്ലെങ്കിൽ പിന്നെ 5:30 നോക്കുക വൈകുന്നേരം. എപ്പോഴും കുറച്ചുകൂടി രാവിലെ പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. റൂം എടുത്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് ഫ്രീ ആണ്. KTDCയോ? അകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് KTDC എന്നാണോ? KTDC തന്നെ റൂം ഇതാണ്. അവിടെ എടുത്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് ഫ്രീ ആണ്. KTDCയുടെ അതിൻ്റെ അകത്ത് റൂം സ്റ്റേ പിന്നെ ടൈഗർ പാലസ്, അങ്ങനെ രണ്ടെണ്ണം അതിനകത്ത് എടുത്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിരിക്കും. ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് അവിടെ നിന്ന് തന്നെ അതുകൂടി ആ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അവിടെ വേറെ കുറേ 1-2 സ്റ്റേസ് ഉണ്ട് അതിൻ്റെ ഫോറസ്റ്റിൻ്റെ അകത്ത്. അതിന് പക്ഷേ ബഡ്ജറ്റ് പല ടൈമിൽ പല ഇതായിരിക്കും. പിന്നെ നമ്മൾ നോർമലേക്കാൾ കുറച്ചുകൂടി ബഡ്ജറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ അങ്ങനെ പോവാം. അവിടെ വാച്ച് ടവറൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിനൊക്കെ 10,000-10,000 അടുത്താണ് റേറ്റ് പറഞ്ഞത്. പക്ഷെ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പോകാൻ താല്പര്യമുള്ളവർ അത് നോക്കാം. ഈ തേയിലത്തോട്ടമൊക്കെ കണ്ടുപോകാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കോട കാണാൻ പറ്റി. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്.